കുഞ്ഞുങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കേക്കായിരിക്കും ഡേറ്റ്സ് കേക്ക്. പുറത്തുനിന്ന് വാങ്ങാനാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. പക്ഷേ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൽ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. നമുക്കതിനായിട്ട് ഒരു 10-20 ഡേറ്റ്സോളം വേണം. ഇത് തമ്മിൽ ഒട്ടാതെ ഇരിക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ, ഒരുപാട് കുഴഞ്ഞിരിക്കുന്ന ഡേറ്റ്സ് എടുക്കുകയേ ചെയ്യരുത്. ആ ഡേറ്റ്സിനെ കുരു കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, ക്രഷ് ചെയ്തെടുക്കുക. ഇനി അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൻ നല്ല അടി കട്ടിയുള്ള പാൻ ആയിരിക്കണം, അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ ഏതെങ്കിലും ആയിരിക്കണം. സ്റ്റീലിൽ ചെയ്യാൻ നിൽക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും പഞ്ചസാര നമ്മൾ ഇട്ടതിന് ശേഷം ഇളക്കാനേ പാടില്ല. ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഫ്ലെയിം അങ്ങ് ലോ ആക്കി കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഇളക്കി അലിഞ്ഞ് അതിൻ്റെ കളറ് മാറി ഇങ്ങനെ ബ്രൗൺ കളറായി വരും. ഈ സമയത്തെല്ലാം ഫ്ലെയിം ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ പഞ്ചസാര ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞ് പഞ്ചസാര മുഴുവനായിട്ടും പതഞ്ഞ് വരണം. അതാണ് അതിൻ്റെ പരുവം. പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തണുത്ത വെള്ളം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഈ പഞ്ചസാര മുഴുവനായിട്ടും അങ്ങ് കട്ടിയാവും. ആ പഞ്ചസാര പിന്നീട് ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് കുറേ സമയം കഴിഞ്ഞതിന് ശേഷമേ മെൽറ്റായി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും എളുപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നതാണേ. ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിതിൽ നിന്ന് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 1/4 കപ്പോളം ഷുഗർ സിറപ്പ് നമുക്ക് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാരമൽ സിറപ്പിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. പിന്നെ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇതിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഷുഗർ സിറപ്പ് തയ്യാറാക്കുക, ഇതുപോലെ കാരമൽ സിറപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അധികം തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പുറത്തേക്കൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളും. ഇപ്പോൾ കാരമൽ സിറപ്പ് എല്ലാം വറ്റിയിട്ടുണ്ട്. ഡേറ്റ്സ് നന്നായിട്ട് അങ്ങ് ഒരു കുക്കായി കുറുകിയ ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ തണുക്കണം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച കാരമൽ സിറപ്പും നന്നായിട്ട് തണുക്കണം, ഇതും നല്ലതുപോലെ തണുത്ത് കിട്ടണം. ഇനി നമുക്കൊരു 7 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ എടുക്കാം. അതിലേക്ക് ഒരു 2 ഗ്രാമ്പുവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ നനവൊന്നുമില്ല എന്നുള്ള കാര്യം നന്നായിട്ട് ഉറപ്പ് വരുത്തുക. പഞ്ചസാര പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ ബ്രൗൺ ഷുഗറിന് പകരം വേണമെങ്കിൽ ശർക്കര പൊടിയും ചേർക്കാവുന്നതാണ്. ശർക്കര പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് പൊടിക്കേണ്ട കാര്യമില്ലല്ലോ. ശർക്കര പൊടിയും ഗ്രാമ്പൂവും ഇതുപോലെ 2 മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതിയാകും. പിന്നെ നിങ്ങൾ ഉണ്ട ശർക്കര എടുക്കാൻ നിൽക്കരുത്. പാക്കറ്റിൽ വാങ്ങുന്ന പൊടിച്ച ശർക്കര ഉണ്ടല്ലോ, അതേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കാം. ഒലിവ് ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് ഒരു 30 സെക്കൻഡ് ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ റെഡി. ഇനി നമുക്ക് അതിനെ അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒരു അരിപ്പിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. 1-2 തവണ അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഒരു സ്പൂണോ സ്പാച്ചുലയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നനവൊന്നുമില്ലാത്ത മറ്റൊരു ബൗളെടുക്കാം. കുറച്ച് വലിയൊരു ബൗൾ തന്നെ എടുത്തോളൂ. അതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നന്നായിട്ട് തണുത്തിരിക്കുന്ന ഡേറ്റ്സിൻ്റെ ആ ഒരു കാരമൽ സോസും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിരിക്കുന്നതുണ്ടല്ലോ, അതൊരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കണം. മുഴുവൻ മാവും ആദ്യമേ ചേർത്തിട്ട് ഒരൊറ്റ രീതിയിൽ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആകെ കൂടി കുളമായി പോകും. കാരണം നന്നായിട്ട് കട്ടകെട്ടി കിടക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഓവർ മിക്സ് ചെയ്ത് ആകെ കൂടി കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് തന്നെ നഷ്ടമാവും. രണ്ടാമത്തെ തവണ ആ ഒരു പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ഈ ബാറ്റർ അങ്ങ് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരമൽ സിറപ്പിനും ഒരു പൊടി പോലും ചൂടുണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ.
ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ബാക്കിയുണ്ട്. അതിലേക്ക് കുറച്ച് നട്ട്സ്, കുറച്ച് കാഷ്യൂവും കുറച്ച് റൈസിൻസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബദാമോ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഈ മാവിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും കടിക്കാൻ കിട്ടും. ഇല്ല എങ്കിൽ ഡയറക്റ്റ് ബേക്കായി വരുമ്പോൾ ഏറ്റവും അടിഭാഗത്തായിട്ട് ഇത് അടിഞ്ഞു കിടക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്യണം, ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഞാനിപ്പോൾ ഒരു 9 ഇഞ്ച് വലിപ്പമുള്ളൊരു സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് മൈദയൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. മുകളിൽ കുറച്ച് ഗാർണിഷിങ് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുൻപ് തന്നെ വലിയൊരു അലുമിനിയം പാത്രം ഞാൻ നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഈ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കുന്നു. പിന്നെ അടച്ചു വയ്ക്കുക. മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുക. വെയിറ്റ് വയ്ക്കുന്നത് ഈ അടപ്പ് നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കാനാണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. 35 മിനിറ്റിന് ശേഷം തുറന്നിട്ടൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാത്രത്തിനനുസരിച്ച് ഒഴിക്കുന്ന മോൾഡിൻ്റെ സൈസ് അനുസരിച്ച് അടുപ്പിൻ്റെ ചൂടനുസരിച്ചൊക്കെ സമയത്തിൽ വ്യത്യാസം വരും. 9 ഇഞ്ചിൻ്റെ ട്രേ ഒക്കെ ആണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ കുക്കായി കിട്ടും. കുറച്ചുകൂടി ചെറിയൊരു ട്രേ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പോൾ ഒരു 35 മിനിറ്റൊക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. കേക്ക് ഏകദേശം കുക്കായി കഴിയുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കേക്ക് മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്, അടിപൊളിയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ തയ്യാറാക്കാറുള്ള ഒരു കേക്കാണ് ഡേറ്റ്സ് കേക്കും ക്യാരറ്റ് കേക്കും. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങി, അതുകൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ലാത്ത സാധനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ ഓടിച്ചിട്ടടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് ഈ സാധനം വാങ്ങുന്നത്. ഒരു ഇലക്ട്രിക് ചോപ്പറാണ് ഞാൻ വാങ്ങിയത്. ഇതെന്തായാലും ഞാൻ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതെല്ലാം നല്ല പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ ലാസ്റ്റ് ഒരെണ്ണം വാങ്ങിയത് അതിൻ്റെ ആരോ ഉപയോഗിച്ച ഒരു ക്വാളിറ്റിയിലുള്ളൊരു സാധനമായിരുന്നു. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 950 ആണ്. റേറ്റിംഗ് ഒക്കെ നല്ല റേറ്റിംഗ് ആണ്. 4.5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. എന്തായാലും വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാ കൂട്ടർക്കും ബൈ.